സർ, കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയിട്ടുള്ള UGCയുടെ പുതിയ നിലപാടുകളും സമീപനങ്ങളും സംബന്ധിച്ചുള്ള തിരുത്തൽ ഒരു പരിഗണനയും ലഭിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള അവസ്ഥ. അതിനെതിരായി കേരളം ഒറ്റക്കെട്ടായി ദേശീയാടിസ്ഥാനത്തിലുള്ള കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നതിനും അത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒരു പൊതുബോധമാക്കി മാറ്റുന്നതിനും നടത്തുന്ന ഗവൺമെൻറ്റിൻ്റെ ശ്രമത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ് സർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏത് RSSകാരനും കടന്നു ചെന്ന് കാവ്യവൽക്കരണ പ്രവർത്തനം നടത്താൻ സാധിക്കുന്ന ഇന്നത്തെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ ഫെലോഷിപ്പുകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മുതൽ മുടക്കിൽ നിന്ന് UGC പിന്നോക്കം പോകുന്ന സാഹചര്യത്തിൽ കേരളത്തിന് ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ടേക്ക് വെക്കാനുണ്ടോ? ഇപ്പോൾ ഫെലോഷിപ്പുകളൊക്കെ അവസാനിപ്പിക്കുമെന്നുള്ളതാണ് സാർ അവസാനം കണ്ട കാഴ്ച. അതിന് ബദലായി കേരളം എന്ത് നിലപാടാണ് സ്വീകരിക്കുക? യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ഏത് ഉദ്ദേശത്തിലാണോ രൂപീകൃതമായിട്ടുള്ളത് അതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടുള്ള ധർമ്മങ്ങളാണ് ഈ വർത്തമാനകാല സന്ദർഭത്തിൽ അത് നിർവഹിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ എന്ന പേരിലുള്ള ഗ്രാൻറ്റ്സ് എന്ന വാക്കിനെ അത്യന്തം അവഗണിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ്. ഗ്രാൻറ്റുകളും ഫെലോഷിപ്പുകളും കൊടുക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് വളരെ നിരുത്തരവാദിത്തപരമായ നിലയിൽ പുറംതിരിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന മൗലാന ആസാദ് ഫെലോഷിപ്പ് പോലുള്ള ഫെലോഷിപ്പുകൾ നിർത്തലാക്കുന്ന സ്ഥിതിയുണ്ടായി. അധ്യാപകർക്കും ഗവേഷകർക്കും നൽകി വന്നിരുന്ന FDP അതുപോലെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ ഇതെല്ലാം നിർത്തലാക്കിയ സ്ഥിതിയാണ് ഇന്ന് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളതായിട്ടുള്ള കാര്യം. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് അടിച്ചേൽപ്പിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. റെക്കമെൻഡേറ്ററി നേച്ചറിലുള്ള ശുപാർശയുടെ സ്വഭാവത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ്റെ ചുമതലയായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഒരു അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്ന നിലയാണ് ഇന്ന് കാണുന്നത്. അതുമാത്രമല്ല, ഗ്രാൻറ്റുകളും ഫെലോഷിപ്പുകളും നൽകുക എന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് മെല്ലെ മെല്ലെ പുറകോട്ട് വലിയുന്ന സ്ഥിതിയും വ്യക്തമായ നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് ബദലായിട്ട് കേരള സംസ്ഥാനത്ത് നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ്, കൈരളി ഗവേഷക അവാർഡ്, മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം തുടങ്ങിയ പദ്ധതികൾ കേരള സർക്കാർ തനതായിട്ടുള്ള സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ച് നൽകി വരുന്നുണ്ട്. അതുപോലെ മറ്റൊരു ധനസഹായവും ലഭ്യമല്ലാത്ത ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പ് നൽകും എന്നുള്ള സ്കീം ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ UGC ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഗ്രാൻറ്റിലും മറ്റ് ആനുകൂല്യങ്ങളിലും പൊതുവെ കുറവ് വരുത്തിയ ഈ സാഹചര്യത്തിലും കേരള ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം സർക്കാർ എത്ര മുതൽ മുടക്കി എന്നുള്ള കാര്യം ഉൾപ്പെടെ വിശദീകരിക്കാൻ സാധിക്കും? യെസ് മിനിസ്റ്റർ. സർ, കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കേരള സംസ്ഥാന സർക്കാർ 1822.35 കോടി രൂപ പ്ലാൻ നോൺ പ്ലാൻ ഇനത്തിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായൊരു കാര്യമാണ് എന്ന് കരുതുന്നു. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് കേരളം 6000 കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇക്കണോമിക് സർവേ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതും സാഭിമാനം ഈ സഭയുടെ മുൻപാകെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അടിസ്ഥാന സൗകര്യ വിപുലീകരണ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഉണർവുണ്ടായിട്ടുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള അക്കാദമിക് കോംപ്ലക്സുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലാബ് കോംപ്ലക്സുകളും മോഡേണൈസ്ഡായ ലൈബ്രറികളുമെല്ലാം നമ്മുടെ സർവകലാശാലകളിലും കലാലയങ്ങളിലും ഉറപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുക മാത്രമല്ല, അക്കാദമിക ഉള്ളടക്കത്തിലും കാലാനുസാരിയായ പരിഷ്കാരങ്ങൾ സമഗ്രമായ നിലയിൽ സമൂലമായ നിലയിൽ കൊണ്ടുവരാകുന്ന വിധത്തിൽ കരിക്കുലം പരിഷ്കരണം ഉൾപ്പെടെ ഏറ്റെടുക്കാൻ സാധിച്ചു എന്നുള്ളതും ഏറെ അഭിമാനകരമായ ഒരു കാര്യമായിട്ട് കരുതുകയാണ്.